ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ റിയൽമിയുടെ P3 Pro ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡലാണ്. BGMIയും ക്രാഫ്റ്റിനൊക്കെ കൊളാബറേഷനിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ BGMI കളിക്കാൻ വേണ്ടി PUBG കളിക്കാൻ വേണ്ടി കുറച്ചും കൂടെ നല്ലൊരു ഫോണാണ്. 90 FPS തന്നെ നിങ്ങൾക്ക് BGMIയും കോൾ ഓഫ് ഡ്യൂട്ടിയും ഫ്രീ ഫയർ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു 25,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണിൽ കളിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു മോഡലാണ് റിയൽമിയുടെ P3 Pro. അതിന് മുമ്പായിട്ട് വീഡിയോ ഫോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യേണ്ട. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്താൽ മതി. അപ്പം ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആദ്യം പറയാം. 3 വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് 8GB 128GB. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസാണ് 23,999 ആയിട്ടാണ് വരുന്നത്. പിന്നീട് മിഡിൽ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 24,999 ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 26,999 ആയിട്ടാണ് വരുന്നത്. ഓഫർ പ്രൈസ് വരുന്നുണ്ട് 2,000 രൂപയുടെ ബാങ്ക് ഓഫർ, ഒരുപാട് ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് മോഡൽ വന്നിട്ട് 21,999 കിട്ടുന്നുണ്ട്. സോ 22,000 രൂപ ബാങ്ക് ഓഫറിൽ കിട്ടും, അല്ലെങ്കിൽ 24,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത്. ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ 3 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഒന്ന് നെബുല ഗ്ലോ, പിന്നെ ഒരു ഗാലക്സി പേർപ്പിൾ, പിന്നെ ഒരു ബ്രൗൺ കളർ കൂടെ വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കളറില്ലേ, അതായത് നെബുല ഗ്ലോ, ഇതിലാണൊരു വെറൈറ്റി ആയിട്ടുള്ള കളർ. അതായത് രാത്രിയൊക്കെ നിങ്ങൾ ഈ ഫോൺ വെച്ചൊരു ടോർച്ചൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മറ്റിങ്ങനെ വെട്ടിത്തിളങ്ങും. ഈ റിഫ്ലക്ഷനൊക്കെ തിളങ്ങാറില്ലേ വണ്ടിയിലൊക്കെ റിഫ്ലക്ഷൻ, അതുപോലെ വെട്ടിത്തിളങ്ങുന്ന തരത്തിലുള്ള ഡിസൈനാണ് റിയൽമി ഇതിന് കൊടുത്തിട്ടുള്ളത്. സോ നല്ല ഡിസൈൻ ആണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കേസൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതൊന്നും ആരും കാണാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരു സംഭവമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. റിയൽമി മാത്രമാണ്, എനിക്ക് തോന്നുന്നു റിയൽമി മാത്രമാണ് ഇമാതിരി ഷോ ഓഫ്. ഓരോ പ്രാവശ്യം ഓരോ ഡിസൈൻ തിളങ്ങും. അല്ല, ഇന്നലെ ഒരു വിവോയുടെ ഫോൺ കൂടെ അങ്ങനെ ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി. അപ്പം ഇതിലാണെങ്കിൽ മറ്റേ ടോർച്ച് അടിച്ച് കഴിച്ചാൽ തിളങ്ങും, അല്ലെങ്കിൽ രാത്രിയൊക്കെ നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ ഈ ഫോണിങ്ങനെ എടുത്ത് കാണിക്കും. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി ഒക്കെ ഇതിന് ഡിസൈന് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ലടി. കേസ് ഇട്ടാൽ ഇതൊന്നും കാണാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കേസ് ഇടാതെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് എടുത്തോ, നല്ല ഡിസൈനാണ്, അത്രയേ ഉള്ളൂ. പിന്നീട് വെയിറ്റ് പറയുകയാണെങ്കിൽ 192 ഗ്രാം വെയിറ്റും 7.9 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കായിട്ടാണ് വരുന്നത്. സോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. IP69 റേറ്റിംഗ് വരുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം താഴെ വീണാലൊന്നും പൊട്ടാത്ത രീതിയിലുള്ളൊരു സർട്ടിഫിക്കേഷനാണ് ഈ പറഞ്ഞ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഫോണാണെന്ന് പറയാം എന്നേ ഉള്ളൂ. നല്ല ക്യാമറ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ റിയൽമിയുടെ 40 സീരീസിലുണ്ട് അതേ സെയിം ക്യാമറ ലേ ഔട്ടാണ്. അതായത് താഴെ 2ഉം മേലെ ഒരു ക്യാമറയും, അതായത് സർക്കിൾ ക്യാമറ മൊഡ്യൂളാണ്. അതിനകത്തെ ക്യാമറയുടെ ഓരോ ആംഗിളാണ് ഞാൻ പറഞ്ഞത്. ഡിസൈൻ വൈസ് ഓക്കെ, നല്ല ഡിസൈനാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, 69 ഒക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഡിസ്പ്ലേ എങ്ങനെയുണ്ട്? 6.83 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു മൈക്രോ കോഡ് കവേർഡ് ആയിട്ടുള്ള അമോലഡ് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 1200 ഹെർട്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, അത് മാത്രമേ നമുക്ക് വേണ്ടൂ. പിന്നെ ഒരു ഷോ ഓഫ് ആയിട്ടുള്ള 1500 ഹെർട്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. 1500 കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 4500 6000 കൊടുത്തിട്ടില്ല. നല്ല കാര്യം. പിന്നീട് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും ഫ്രണ്ട് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വൈസ് 25,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്. മൈക്രോ കോഡ് കവേർഡ് ആണ്. കഴിഞ്ഞ P2 Proയിലാണെങ്കിൽ ഒരു സൈഡ് മാത്രം കവേർഡ് ഡിസ്പ്ലേ ആയിരുന്നു ഉണ്ടായത്. ഗെയിമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കവേർഡ് എന്നൊക്കെ പറഞ്ഞ് ഗെയിം കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പം 4 സൈഡും ചെറിയ കർവ് മാത്രമേ വരുന്നുള്ളൂ. സോ നല്ല നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഡിസ്പ്ലേ ഇൻ ദ പ്രൈസ് പോയിന്റ്. ദെൻ ക്യാമറ ആണ്. ഇതൊരു ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണല്ല, അതുകൊണ്ട് ക്യാമറയ്ക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തിട്ടില്ല. വെറുതെ ക്യാമറ കൊടുക്കണം എന്ന് വെച്ചിട്ട് റിയൽമി കൊടുത്തതാണ്. 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. 16 MB സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറയിൽ 4K 30 FPS ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫി ക്യാമറയിൽ 4Kയും കാര്യങ്ങളൊന്നും വരുന്നില്ല, 1080p മാത്രമേ വരുന്നുള്ളൂ. ക്യാമറ ഒക്കെ തന്നെ ഒരു ആവറേജ് ക്യാമറ മാത്രമേ ഉള്ളൂ. 25,000 രൂപ റേഞ്ചിൽ നിങ്ങൾ ക്യാമറ ഓറിയൻ്റ് ആയിട്ടൊന്നും ഈ ഫോൺ പോയി എടുത്തേക്കല്ലേ. അങ്ങനെ ക്യാമറ ഒന്നും ഇതിൽ വരുന്നില്ല. ഒരു ഡീസൻറ്റ് ക്യാമറ വേണമല്ലോ എന്ന് വെച്ചിട്ട് മാത്രം ക്യാമറ കൊടുത്തൊരു ഫോണാണ്. അപ്പം ആ രീതിയിൽ മാത്രം നോക്കുക. എന്നാലും ക്യാമറ റിവ്യൂസ് നോക്കുക, ഡീസൻറ്റ്, അത്രയേ ഉള്ളൂ. പിന്നീട് പെർഫോമൻസ് ആണ് കേട്ടോ. ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 ചിപ്സെറ്റാണ് വരുന്നത്. ആഡ് സ്കോറൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 8,30,000 ഒക്കെ വരുന്നുണ്ട്.
LPDDR4X റാമും USB 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ വേറെ ലെവലായിരിക്കും. കാരണം 24,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് BGMIയും കോൾ ഓഫ് ഡ്യൂട്ടിയും ഫ്രീ ഫയർ ഒക്കെ തന്നെ നിങ്ങൾക്ക് 90 FPS കളിക്കാൻ വേണ്ടി പറ്റും. പിന്നീട് ഒരു GT മോഡ് എന്ന് പറഞ്ഞ മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഗെയിമേഴ്സിന് അറിയാം എന്താണെന്നുള്ളത്. നമ്മൾ ഗെയിം കളിക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പേഴ്സണലി അങ്ങനെ അറിയത്തില്ല, അതിനെപ്പറ്റി നോക്കാനും പോയിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ അതിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഫോൺ ഫോർ ദ പ്രൈസ് സെഗ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. ക്രാഫ്റ്റിനൊക്കെ ആയിട്ട് കൊളാബറേഷനിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ BGM കുറച്ചും കൂടെ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഇതിൽ കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ് റിയൽമിയും ക്രാഫ്റ്റിനും പറയുന്നത്. അപ്പം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് അത്യാവശ്യം AI ഫീച്ചേഴ്സ്, സർക്കിൾ ടു സെർച്ചും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. റിയൽമി UI 6.0 ആയിട്ടാണ് വരുന്നത്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15 ആണ്. 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഓവറോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. അതേ പറയാനുള്ളൂ. നല്ല ഡിസ്പ്ലേയും വരുന്നുണ്ട്, നല്ല ബാറ്ററിയും വരുന്നുണ്ട്, ക്യാമറയൊക്കെ തന്നെ ആവറേജ് മാത്രമേ വരുന്നുള്ളൂ. എല്ലാത്ത രീതിയിൽ ദിസ് ഈസ് എ ഗുഡ് ഫോൺ. നല്ല ഡിസൈനാണ്. രാത്രിക്കൊക്കെ എവിടെ വെച്ച് കഴിഞ്ഞാലും വെട്ടിത്തിളങ്ങും. നിങ്ങൾ രാത്രിക്ക് എവിടെയെങ്കിലും ആരെങ്കിലും അറിയാതെയൊക്കെ ഈ ഫോണും കയ്യിൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളവിടെ നടന്നു പോകുന്നൊരു കാര്യം ഫോൺ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ ഉണ്ടാവുമെന്നാണ് ഇതിൻ്റെ ഡിസൈൻ പറയുന്നത്. കാരണം രാത്രിക്ക് അങ്ങനെ വെട്ടിത്തിളങ്ങുന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ കയ്യിൽ യൂസ് ചെയ്യാത്തൊന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ബാക്കിയുള്ള വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രി അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കവറൊക്കെ ഇട്ട് പോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആരും കാണാതെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫോൺ ഫോർ ദ പ്രൈസ് സെഗ്മെൻറ്റ്. പിന്നെ ആ കളർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെബുല ഗ്ലോ അതെടുത്താൽ മാത്രമേ കിട്ടൂ. ബാക്കി രണ്ടും എടുത്താൽ ആ കളർ കിട്ടൂല. അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ അതെടുത്തോ. അപ്പം നല്ല ഫോണാണ്. അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രണ്ട് അബിനവ് സൈനിങ് ഓഫ്. ബൈ.